ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ വ്ളോഗാണ്, അല്ലെങ്കിൽ ഞാൻ ഷോർട്സിൽ കുഞ്ഞു കുഞ്ഞു വ്ളോഗാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നാളെ എൻ്റെ ഇരട്ടയുടെ കല്യാണമാണ്. അതിൻ്റെ ഡാൻസിൻ്റെ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ളത് എൻ്റെ മെയിൻ ഡാൻസ് വീഡിയോ വഴി ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്യുക. അങ്ങനെ അവസാനത്തെ കലാശക്കൊട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇടാനായിട്ട് ലൈറ്റ് ചേട്ടന്മാരെത്തുന്നത്. ഇത് മൊത്തം കഴിഞ്ഞപ്പോൾ രാത്രി 1-1:30 ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗരാജ്യം. അങ്ങനെ തിരിച്ച് ഡാൻസ് പ്രിപ്പറേഷൻ വന്നപ്പോൾ ലീ ചേച്ചിയുടെ വക ഒരു പ്രസംഗമുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടിയുള്ള സ്പീച്ചായിരുന്നു ഇതായി കാണുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കരുതി കിളി പോയിരിക്കുന്ന കല്യാണ ചെക്കനെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലീ ചേച്ചിയുടെ സ്പീച്ച് അടിപൊളിയായിരുന്നു. രഞ്ജിനി ഹരിദാസിന് ഒരു വെല്ലുവിളിയാകും. കല്യാണ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫാമിലി മെമ്പേഴ്സുമായി കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു സീരിയസ് ഡിസ്കഷൻ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഇവർ കല്യാണത്തിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ അവർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയ മാറ്ററാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ റെഡിയായി നമ്മുടെ ജാഗോർ വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണ ചെക്കനെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. ഇതാ പോകുന്ന വഴി കണ്ണാടി താഴ്ത്തിയ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത സിലി ചേച്ചിക്ക് നമ്മുടെ വക ഒരു അപ്ലോസ്. ജാഗോറിലാണ് പോകുന്നതെന്ന് പിന്നെയും സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാളിലെത്തി ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ വീഡിയോയിൽ ഈ ഡാൻസ് വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങളിത് കളിക്കുന്നത്. ഇതിനു മുമ്പ് ബിനോയ് ചേട്ടൻ്റെ കല്യാണത്തിന് കളിച്ച വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. നീ എവിടെ വന്ന മരഭൂതമേ? അപ്പോൾ ഇതും വൈറലാവും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല, എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ഇത് കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഡാൻസ് വീഡിയോ 85 ലക്ഷം ആൾക്കാരിലേക്കാണ് എത്തിയത്. അതുവഴി ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെങ്കിലും എല്ലാവരും ചോദിച്ചിരുന്നത് ഇവർ തമ്മിൽ ലവ് ആയിരുന്നോ എന്നാണ്. അമ്മാതിരി ബോണ്ടായിരുന്നു ഇവർ തമ്മിൽ. നമ്മുടെ മേലെ പുത്തൻ വീട് ഫാമിലിയിലേക്ക് പുതിയൊരു അംഗം കൂടി. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ. ശാലുവിനെ നമ്മുടെ കുടുംബത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഡാൻസ് വീഡിയോ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് നമ്മൾ അവിടം കൊണ്ട് നിർത്തുമെന്ന്. എന്നാലല്ല, DJ ഇറങ്ങിയിരിക്കുകയാണ്. ആരും ഒട്ടും മടി കൂടാണ്ട് തന്നെ എല്ലാവരും വന്ന് ഒരേപോലെ എൻജോയ് ചെയ്തൊരു DJ ആയിരുന്നു അത്. ഒരു കല്യാണം ഏറ്റവും കളർഫുള്ളാകുന്നത് അവിടെ വരുന്ന എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുമ്പോഴാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എൻ്റെ ബ്രോയുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് കളർഫുള്ളാക്കിയ ഈ ഒരു പരിപാടി നിങ്ങളിലും മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയുകയാണ്. അമ്മാതിരി വൈബായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു മത്സരം പോലെയായിരുന്നു എല്ലാവരും. ആരെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്യുമെന്നായിരുന്നു ആ ഒരു മത്സരം. ഈ ഒരു 2 ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഭയങ്കര ടയേർഡായി. അമ്മാതിരി എനർജിയാണ് നമ്മൾ ഈ ഒരു ഡാൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുടുംബത്തിലെ ഏറ്റവും വൈബുള്ള ആൻറ്റി എന്ന അവാർഡ് ഷീലാൻറ്റി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷീലാൻറ്റിയുടെ പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായം വെറും അക്കങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഷീലാൻറ്റിയുടെ പെർഫോമൻസ് പ്രായത്തെ വെല്ലുവിളിച്ച് തോപ്പിച്ചു. എൻ്റെ ഇരട്ടയുടെ കല്യാണമായിട്ട് നമ്മൾ പൊളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞങ്ങളും തുടങ്ങിയിട്ടുണ്ട്. സിനിമയിൽ പറയുന്ന പോലെ ഷിബിച്ച എൻ്റെ കല്യാണം തോക്കി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കനെ പെണ്ണിനെ കാറിലേറ്റി ഞങ്ങളിതാ യാത്ര തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞു സ്വർഗരാജ്യത്തേക്ക്. അപ്പോൾ മറുപടി ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശാലുവിനെ യാത്ര അയക്കും മുമ്പ് അച്ഛൻ്റെ വക ശാലുവിനെ കുറച്ച് ഉപദേശങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവർ യാത്രയാവുകയാണ് ശാലുവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആക്കിക്കൊണ്ട്. അങ്ങനെ ശാലുവിനെ ആക്കി അവരും യാത്രയായി. അങ്ങനെ അവസാനത്തെ DJയോട് കൂടി ഞങ്ങളുടെ കലാപരിപാടികളോട് അവസാനിപ്പിച്ചു. നന്ദി, നമസ്കാരം.